തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കോളനിയിൽ സംഘർഷം. സംഭവത്തിൽ കൗൺസിലർ അടക്കം 3 പേർക്ക് പരിക്ക്. ബത്തേരി തേലമ്പറ്റ ഈരംകൊല്ലി പണിയ കോളനിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കോളനിക്ക് സമീപമെത്തിയ ബത്തേരി നഗരസഭ 17-ാം വാർഡ് UDF കൗൺസിലർ KS പ്രമോദിനെ ചില പ്രാദേശിക CPM നേതാക്കളുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചെന്നാണ് UDFന്റെ പരാതി. ഇതു സംബന്ധിച്ച പ്രമോദ് പോലീസിൽ പരാതി നൽകി. ഞങ്ങളുടെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ പ്രചരണാർത്ഥം എനിക്ക് ചുമതല തന്നിരുന്നത് നമ്മുടെ തേലമ്പറ്റ ഡിവിഷനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവിടുത്തെ പ്രവർത്തകരോടൊപ്പം ഞങ്ങളവിടെ പോസ്റ്ററുകൾ ഒട്ടിക്കുകയായിരുന്നു. അതിനിടയിലാണ് നമ്മുടെ ഒരു കൂട്ടം CPMന്റെ ആളുകൾ വന്ന് ഞങ്ങളുടെ വിജയൻ അടക്കമുള്ളവർ വന്ന് നമ്മളെ മർദ്ദിച്ചത്. കാരണം മാത്രമല്ല, നമ്മൾ ഈ കോളനിക്കാരോട് ചോദിച്ചാൽ തന്നെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. കാരണം എന്താണ് അവിടെ സംഭവിച്ചതെന്നും ഞങ്ങൾ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നതെന്നും മാത്രമല്ല, കോളനിക്കാർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ പ്രവർത്തനത്തിൽ പോയതും. മാത്രമല്ല, കോളനിക്കുള്ളിലേക്ക് പോലും ഞങ്ങൾ കയറിയിട്ടില്ല. അതേസമയം 5 മണിക്ക് ശേഷം കോളനിയിൽ പ്രവേശിക്കരുതെന്ന നിയമം നിലനിൽക്കെ രാത്രിയിൽ പ്രചാരണത്തിന്റെ പേരിലെത്തി മദ്യം വിതരണം ചെയ്യുകയും ഇത് ചോദ്യം ചെയ്തവരെ കൗൺസിലറിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചെന്നും സംഭവത്തിൽ 2 പേർക്ക് പരിക്കേറ്റതായുമാണ് ആരോപണം. ST കോളനികളിൽ 5 മണി കഴിഞ്ഞാൽ ഡിവിഷൻ കൗൺസിലറിന് ഞങ്ങൾ വിളിച്ചാൽ മാത്രമേ, ഇവിടുത്തെ ഏരിയ പ്രൊമോട്ടർ വിളിച്ചാൽ മാത്രമേ ഡിവിഷൻ കൗൺസിലർ ജനറൽ ആണെങ്കിൽ കോളനി കയറാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ ഒരു നിയമമൊക്കെ ഉള്ളതാണ്. ഇലക്ഷൻ ടൈമിൽ പ്രത്യേകിച്ച് 5 മണി കഴിഞ്ഞാൽ കോളനി കയറാൻ പാടില്ല. പക്ഷേ ഇവർ രാത്രി 8 മണി കഴിഞ്ഞിട്ട് കോളനികൾ കേന്ദ്രീകരിച്ച് വരിക, അവർക്ക് മദ്യം കൊടുക്കുക. സംഭവത്തിൽ ബത്തേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ബത്തേരി.